നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പുതിയൊരു നോട്ട് ബുക്കിൽ ഈ കർക്കിടക മാസം ശ്രീരാമൻ ജയം എന്ന് എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയും. രാമായണ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഏറെ ഗുണമാണ്. ഇത് എഴുതേണ്ട രീതി നിലത്ത് പായ വിരിച്ച് ഇരുന്ന് വേണം എഴുതാൻ. കർക്കിടക മാസം തുടങ്ങിയല്ലോ, ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും എഴുതിയാലും മതി. എല്ലാ മാസങ്ങളിലും എഴുതാം, പക്ഷേ ഈ കർക്കിടക മാസത്തിലാണ് ഇത് എഴുതാൻ ഏറെ ഗുണം നൽകുന്നത്. പുതിയൊരു നോട്ട് ബുക്കിൽ വേണം ഇത് എഴുതി തുടങ്ങാൻ. ആദ്യം ഓം എന്ന് എഴുതി തുടങ്ങിയതിന് ശേഷം വേണം ശ്രീരാമജയം എന്ന് എഴുതി തുടങ്ങാൻ. ഇങ്ങനെ 108 തവണ എഴുതണം. നമ്പർ ഇട്ട് എഴുതാം. ദിവസവും ഇങ്ങനെ എഴുതാം. ഒരു ദിവസം എഴുതിയതിന് താഴെ ഇതുകൂടി എഴുതുക. ഓം ശ്രീ രാമചന്ദ്രായ സർവാദിഷ്ട സിദ്ധായ സിദ്ധായ എന്ന മന്ത്രം ഒന്നും കൂടി പറഞ്ഞു തരാം. ഓം ശ്രീ രാമചന്ദ്രായ സർവാദിഷ്ട സിദ്ധായ സിദ്ധായ. ഇതുകൂടി എഴുതി വയ്ക്കുക. ഇങ്ങനെ കർക്കിടകം കഴിയുന്നതുവരെ ദിവസവും എഴുതി വയ്ക്കാം. ഇത് പൂജാമുറിയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായ വൃത്തിയിൽ ചെയ്യണം. പൂജാമുറിയിൽ നിന്നാണ് എഴുതുന്നതെങ്കിൽ വൃത്തിയോടെയും ശുദ്ധിയോടെയും ചെയ്യണം. പൂജാമുറികളിൽ നിന്നല്ലാതെ റൂമുകളിൽ നിന്നും ഇങ്ങനെ എഴുതി വെക്കാവുന്നതാണ്. റൂമുകളിൽ നിന്നാണ് എഴുതുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവകാലത്തും എഴുതാവുന്നതാണ്. എന്നാൽ കുടുംബത്തിൽ മരണമുണ്ടായാൽ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതാൻ തുടങ്ങിയാലുള്ള ഗുണങ്ങൾ: ശനിദോഷം മാറിക്കിട്ടും, തടസ്സങ്ങളും മാറിക്കിട്ടും. നല്ല ഏകാഗ്രതയോട് കൂടി വേണം ഇത് എഴുതി തുടങ്ങാൻ. ഭക്തിയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. തടസ്സങ്ങളും നീങ്ങിക്കിട്ടാൻ ശ്രീരാമജയം എന്ന് എഴുതുന്നത് നല്ലതാണ്. അശോകവനത്തിൽ വെച്ച് ഹനുമാൻ സീതാദേവിയോട് പറയുന്നതാണ് ശ്രീരാമജയം ശ്രീരാമജയം എന്ന മന്ത്രം. ശ്രീരാമജയം എന്ന പവർഫുൾ മന്ത്രമാണ്. ഇങ്ങനെ എഴുതി തുടങ്ങുന്നവർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. എഴുതി തീർന്നാൽ ബുക്ക് പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. ഈ ശ്രീരാമജയം ഇന്ന് എഴുതുന്നവർ അമ്പലങ്ങളിൽ എന്തെങ്കിലും നേർച്ചകൾ ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിൽ 21 ദിവസം എഴുതിയാലും മതി. ഒരു ലക്ഷ്യം കൈവരിക്കണം എന്ന ആൾക്ക് ശ്രീരാമജയം എന്ന മന്ത്രം എഴുതി തുടങ്ങാം. ശ്രീരാമജയം എന്ന് എഴുതി തുടങ്ങുന്നവർ രാമായണ പാരായണം ചെയ്യുന്നതും ഏറെ ഗുണം നൽകും. ഇങ്ങനെ എഴുതി തുടങ്ങുന്നത് പച്ചമഷി കൊണ്ട് ആണെങ്കിൽ ഏറെ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ മന്ത്രത്തിന് കഴിയും. എല്ലാ തടസ്സങ്ങളും മാറി ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ ശ്രീരാമജയം എന്ന് എഴുതി തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും നമസ്കാരം.